ഹലോ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നോമിതാ വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു കുഞ്ഞ് കൃഷി ചെയ്തു കേട്ടോ. പയറും മത്തനും തക്കാളിയും മുളകൊക്കെ ആയിട്ട് അതിലെൻ്റെ പയറിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നിങ്ങൾക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമുള്ള ഒരു കാര്യം വന്നപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി കേട്ടോ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറുതെ വീടിൻ്റെ പരിസരത്ത് ചെറുതായി ഒന്ന് തുടങ്ങിയ കൃഷിയാണ്. ഇതിൽ പയറിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചാണകപ്പൊടിയും ചാണകവെള്ളവും മാത്രം കലക്കി ഒഴിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല വലുപ്പത്തിലുള്ള പയറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല വലുപ്പത്തിൽ ഈ പയറൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്നാണ് അതിന് ആദ്യമായിട്ട് വിളവെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പയറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ നല്ല മാനിൻ്റെയും പന്നിയുടെയും മുള്ളൻപന്നീൻ്റെയും കുരങ്ങൻ്റെയും ഒക്കെ ശല്യമുള്ളതുകൊണ്ട് പലതും നമുക്ക് കിട്ടാറില്ല. എന്താണെന്നറിയില്ല, എൻ്റെ ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നു പയറിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ പയറിൻ്റെ താഴ്ഭാഗങ്ങളിലൊക്കെ ഇല കണ്ടോ, പകുതി ഇലയില്ല. മാനും മുള്ളൻപന്നിയും ഒക്കെ തിന്ന് വീർത്തു പോയതാണ്. അതുപോലെ തന്നെ ഞാൻ മുളകും മത്തനും തക്കാളിയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ കുരങ്ങൻ കൊണ്ടുപോയി, ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മത്തൻ ഞാൻ ആക്ച്വലി ഇലയ്ക്ക് വേണ്ടി നട്ടതാണെങ്കിലും അതിലൊരു മത്തൻ ഉണ്ടായി കണ്ടപ്പം പിന്നെ എനിക്ക് ആ ഇല അങ്ങ് പറിക്കാൻ തോന്നിയില്ല. ആ മത്തനങ്ങ് വളരട്ടെ എന്ന് വിചാരിച്ച് അത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഏതെങ്കിലും ഒരു കുരങ്ങനോ പന്നിയോ കൊണ്ടുപോയില്ല അച്ഛാ, നമുക്കത് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും പയറാണ് എനിക്കിന്ന് കിട്ടിയത്. കുറച്ചേ ഉള്ളെങ്കിലും നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പറിച്ച് കറി വയ്ക്കാൻ പറ്റുന്ന ആ ഒരു സന്തോഷം ഒന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ മത്തൻ. ഇനി ഇത് വലുതാകുമ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഉണ്ടെങ്കിൽ കാണാം.